بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله اللهم صل وسلم وبارك عليه. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഏവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ഏറ്റവും നല്ല മനുഷ്യൻ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും അത്രയും സുദീർഘമായ ആ ആയുസ് മുഴുവൻ ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞവനുമാണ്. അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട്, ആ സ്വഹാബിയോട് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് സുദീർഘമായ ആയുസ് ലഭിക്കുക? ഒരുപാട് കാലം ജീവിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമാണ് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണ്. പെട്ടെന്ന് മരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടെന്ന് പറയില്ല. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ സുദീർഘമായ ആയുസ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു സുദീർഘമായ ആയുസ് ലഭിക്കുക? ചില ആളുകളൊക്കെ പറയാറുണ്ട്, ലോഫിംഗ് ഇൻക്രീസ് ലൈഫ് സ്പാൻ എന്ന്. ചിരിക്കുന്നത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്ന്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ ആയുസ് വർദ്ധിച്ച് കിട്ടാനുള്ള ചില ടെക്നിക്കുകൾ പറയുന്നുണ്ട്, ചില വിഷയങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കുക? വിശുദ്ധമായ മതം പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക, അത് നിങ്ങളുടെ ആയുസ്സിൽ വർധനവുണ്ടാക്കും എന്ന് മാത്രമല്ല, നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും വിശാലത ലഭിക്കുകയും ചെയ്യും. കുടുംബബന്ധം ചേർത്താൽ നമുക്ക് ആയുസ് ലഭിക്കുമെങ്കിൽ എത്ര നല്ല ഒരു സംവിധാനമാണത്, എത്ര നല്ലൊരു കാര്യമാണത്. കാരണം ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ നിയതമായ നിശ്ചയങ്ങൾക്കനുസൃതമായിട്ടാണ് ആയുസ് നമുക്ക് ലഭിക്കുന്നത്. ആയുസ് കൂടുതൽ കിട്ടാൻ നമുക്ക് എന്തെങ്കിലും മരുന്ന് കുടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്താലോ ഒന്നും സാധിക്കൂല അല്ലേ? അതുകൊണ്ടൊന്നും സാധിക്കൂല. അതിനുള്ള മാർഗങ്ങൾ അള്ളയും റസൂലും തന്നെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. അവർ പറഞ്ഞു തരുന്നത്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കൂ, സുദീർഘമായ ആയുസ് നേടൂ എന്ന്. അതുകൊണ്ട് നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിശ്വാസം അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമ, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന്. അടിസ്ഥാനപരമായ വിശ്വാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ് എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരാഗ്രഹം ഉണ്ടാവും. അതെന്താണ്? സൃഷ്ടാവായ അള്ളാഹുവിനോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് അല്ലേ? നമുക്കൊക്കെ ആഗ്രഹമല്ലേ അള്ളാഹിനോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെന്ന്. അള്ളാഹിനോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കുടുംബബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ ഇസ്ലാമിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ. നമ്മുടെ അടുത്തുള്ള കുടുംബക്കാരോട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ അകലെയുള്ള കുടുംബക്കാരോട് നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ ഫ്രീ ആയിക്കൊണ്ട് മറ്റൊരു ബന്ധം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതെന്താ? അള്ളാഹിനോടുള്ള നല്ലൊരു ബന്ധം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതാണ് കുടുംബബന്ധത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അള്ളാഹു കുടുംബബന്ധത്തോട് പറയുന്നുണ്ട്, നിന്നെ ചേർക്കുന്നവരെ ഞാൻ ചേർക്കും, നിന്നെ വിച്ഛേദിക്കുന്നവരെ ഞാൻ വിച്ഛേദിക്കും. ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ കുടുംബബന്ധം സന്തോഷത്തോടെ അതേ എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നല്ലൊരു മാർഗം കൂടിയാണത്. ഈ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ തിരിച്ചറിഞ്ഞവരായിരുന്നു
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസ് നമുക്ക് പരിചയപ്പെടാം. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു സ്വഹാബി വന്നുകൊണ്ട്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നലി ഖറാബ, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്, എനിക്ക് കുടുംബബന്ധമുണ്ട്. അസ്വിലുഹും വയഖതഊനി, ഞാൻ ആ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ എന്നോടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയുകയാണ് നബിയെ. വഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവരിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യുമ്പോഴും അവർ എന്നോട് മോശമായി പെരുമാറണ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലയ്യ, ഞാൻ അവരോട് നല്ല സഹനശീലത്തോടെ പക്വതയോടെ പെരുമാറുമ്പോഴും അവരെന്നോട് അപക്വമായി പെരുമാറുകയാണ് നബിയെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ കേട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നിങ്ങൾ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ അവരോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്നു, അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളോട് അവർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എങ്കിൽ നിങ്ങൾ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ എന്താ, അവർക്കതിൻ്റെ പേരിൽ വലിയ പാപങ്ങൾ കിട്ടും, അതിൻ്റെ പേരിൽ വലിയ ഭവിഷ്യത്തുകൾ, വലിയ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷകൾ അവർക്ക് ലഭിച്ചേക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം തുടരുന്ന ഈ നിലപാടിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു സഹായം നിങ്ങൾക്കുണ്ടാകും. അവർക്കാണെങ്കിലോ നല്ല ശിക്ഷ കിട്ടും, നിങ്ങൾക്കാണെങ്കിലോ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാകും. അള്ളാഹു ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കും. അത്ര നല്ലൊരു ഹദീസാണല്ലേ. നമ്മൾ ശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ചുറ്റുപാടുള്ള ആളുകൾ 3 തരത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരോട് മാത്രമേ അങ്ങോട്ട് നന്മ ചെയ്യുള്ളൂ. മറ്റൊരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് അങ്ങോട്ട് തിന്മ ചെയ്യും, ക്ഷമിക്കാനൊന്നും നിൽക്കില്ല. മറ്റൊരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അങ്ങോട്ട് തിന്മയേ ചെയ്യുള്ളൂ. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ഹൃദ്യമായൊരു ഹദീസ്, വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് വഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ മുകാഫി കൊണ്ടല്ല, പ്രത്യുപകാരം ചെയ്യൽ കൊണ്ടല്ല. ഇങ്ങോട്ട് നന്മ ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്ത് കൊടുക്കുക, അല്ലേ, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. പിന്നെയോ വലാകിനിൽ വാസിലുല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ആ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങുന്നവനാണ്. ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് കുടുംബബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ട് കുടുംബബന്ധം ചേർക്കുക. അവനൊന്നുമല്ല യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവൻ. പിന്നെയോ ഇങ്ങോട്ട് കുടുംബബന്ധം വിച്ഛേദിക്കാൻ ശ്രമിക്കുമ്പോഴും അങ്ങോട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബം ചേർക്കാനായി പ്രയത്നിക്കുന്നവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താണ് സാധാരണ ചെയ്യാറുള്ളത്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കൊണ്ടുവരുന്ന കുടുംബക്കാരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് പോകില്ലേ? ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കണേ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക, നമ്മളെ വീട്ടിൽ ആരൊക്കെയാണ് സാധാരണ കല്യാണം പറയാറുള്ളത്, അവരോട് കല്യാണം പറഞ്ഞാൽ മതി. ആ വീട്ടിൽ പറയണ്ട, കാരണം അവരെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം അങ്ങോട്ട് കൊടുക്കുന്നൊരു രീതി, ഇത് ഇസ്ലാമിൻ്റെ സിദ്ധാന്തമേ അല്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മഹാനായ അംർ ബിൻ അബസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടന്നു വരികയാണ്. അവർ പറയാണ്, ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്ക, റസൂലുള്ളാഹ് മക്കയിലായിരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ അരികിലേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഫഖുൽതു ലഹു, ഞാൻ നബിയോട് ചോദിച്ചു, മാ അൻത, ഹൂ ആർ യു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹ് പറഞ്ഞു, ഖാല അന നബിയുൻ, ഞാൻ നബിയാണ്, ഞാൻ പ്രവാചകനാണ്. അപ്പോൾ ചോദിച്ചു, ഖുൽതു, ഞാൻ ചോദിച്ചു, വമാ നബിയുൻ, എന്താണ് ഈ നബി എന്ന് പറഞ്ഞാൽ? മൂപ്പര് നബി കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്, എന്താണ് ഈ നബി എന്ന് പറഞ്ഞാൽ, എന്ത് നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അർസലനില്ല, എന്നെ അള്ളാഹു അയച്ചതാണ്, അള്ളാഹു എന്നെ അയച്ചതാണ്, അതാണ് നബി എന്ന് പറഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, അപ്പോൾ ചോദിച്ചു, വബി അയ്യി ഷൈഇൻ അർസലക,
എന്തിനു വേണ്ടിയാണ് അങ്ങയെ അള്ളാഹു അയച്ചിട്ടുള്ളത്? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, നബി തങ്ങളോട് ചോദിക്കണേ എന്തിനാണ് നബിയെ നിങ്ങൾ അയച്ചിട്ടുള്ളത് എന്ന്. നബിയോട് ആരാണെന്ന് ചോദിച്ചു, നബി ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്തിനാണ് നിങ്ങൾ അയച്ചിട്ടുള്ളതെന്ന് ചോദിക്കണേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർസലനി ബിസിലത്തിൽ അർഹാം, എന്നെ അയച്ചിട്ടുള്ളത് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടിയാണ്. വകസ്രിൽ ഔസാനി വഅൻ യുവഹദല്ലാഹു ലാ യുശ്റകു ബിഹി ഷൈഅൻ. നിങ്ങൾ ഇങ്ങനെ വിശദീകരിക്കണേ, അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹിനോട് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ നബിതങ്ങൾ വിശദീകരിക്കണേ. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബിതങ്ങൾ എന്തിനാണ് നബിയെ നിങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയണത് എന്താ? കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി. ഇനി എന്തെങ്കിലും പറയണോ കുടുംബബന്ധത്തെ കുറിച്ചിട്ട്? അത്രയേറെ പ്രാധാന്യമുള്ളൊരു വാക്കല്ലേ അത്. ഒരു പ്രവാചക നിയോഗം എന്തിനാണെന്ന് ഒരാൾ ഒന്ന് ചോദിക്കുമ്പോൾ കുടുംബബന്ധം ചേർക്കാനാണെന്നൊരു പ്രവാചകൻ പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രമേൽ പ്രസക്തിയും പ്രാധാന്യവുമാണ് ഈ കുടുംബബന്ധത്തിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ കുടുംബ ബന്ധത്തിനുണ്ട് എന്ന്? അള്ളാഹിനോട് ബന്ധം ചേർക്കാൻ, അല്ലേ, ആയുസ് വർദ്ധിക്കാൻ, നല്ല എല്ലാ കാര്യങ്ങളിലും വിശാലതയും സമൃദ്ധിയും ലഭിക്കാൻ ഒക്കെ ഒരു പ്രവാചക നിയോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ എണ്ണുമ്പോൾ ഒന്നാമതായി കുടുംബബന്ധം ചേർക്കുക എന്ന് എണ്ണുന്നു. ഇത്രയേറെ പ്രാധാന്യമാണ്. നമ്മളെ അടുത്ത കുടുംബക്കാരെ ആരെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനമായിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കയറി ചെല്ലുന്നതിനാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. വഅൻ അനസ് ഇബ്നു മാലിക് യഖൂൽ റളിയല്ലാഹു അൻഹു കാന അബൂ ത്വൽഹ അക്സറൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖൽ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈത്തപ്പന കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളായിരുന്നു മദീനയിൽ. കാന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു അക്സറൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖൽ. അൻസാരികളെ കൂട്ടത്തിൽ ഈത്തപ്പന സമ്പത്തായിട്ട് ഏറ്റവും കൂടുതലുള്ള ആളായിരുന്നു മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബൈറുഹ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ബൈറുഹ തോട്ടമായിരുന്നു. നമുക്കൊക്കെ പല സാധനങ്ങളുണ്ടാവും, ഒരുപാട് സമ്പത്തുകളുണ്ടാവും. ആ സമ്പത്തുകളിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സംഗതികളുണ്ടാവും. ഏതെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലമോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടമായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വകാനത്ത് മുസ്തഖ്ബിലത്തൽ മസ്ജിദി, അത് പള്ളിയുടെ മുൻഭാഗത്തായിരുന്നു, പള്ളിയുടെ മുൻഭാഗത്തായിരുന്നു അത് നിലനിന്നിരുന്നത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിൻ മാഇൻ ഫീഹാ ത്വയ്യിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിലേക്ക് കടക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് ശുദ്ധജലം കുടിക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷേ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ആ തോട്ടം അത്രയേറെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് വിശ്രമിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാവും, അല്ലാഹു അലം. ഏതായാലും ബൈറുഹ തോട്ടം ഏറ്റവും പ്രിയപ്പെട്ട തോട്ടമായിരുന്നു. ഖാല അനസ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയണേ, ഫലമ്മാ ഉൻസിലത്ത് ഹാദിഹിൽ ആയ, സൂറത്ത് ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്ത് ഇറങ്ങണ്. ഏതാണ് ആയത്ത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരേക്കും നിങ്ങൾ നന്മ എത്തിക്കൂലാണ്. നന്മ എന്ന് പറഞ്ഞാൽ സ്വർഗമാവാം, അള്ളാഹുവിൻ്റെ റഹ്മത്താവാം, അള്ളാഹുവിൻ്റെ തൃപ്തിയാവാം, എന്തുമാവാം. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയ സംഗതി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം, ദീനീ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ നിങ്ങൾക്ക് നന്മ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ വാൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവർ പറയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തബാറക വ തആല യഖൂൽ, അല്ലാഹു പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് നന്മ കിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ നബിയെ. അതുകൊണ്ട് വ ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം ബൈറുഹ തോട്ടാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്, എൻ്റെ സമ്പത്ത് ബൈറുഹ തോട്ടമാണ്.
അതുകൊണ്ട് വ ഇന്നഹാ സ്വദഖത്തുൻ ലില്ലാ, അത് അള്ളാഹ്ക്ക് വേണ്ടി സ്വദഖ നൽകാൻ, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. വ അർജു ബിർറഹ, അതിന്റെ ഗുണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വദുഖ്റഹ ഇൻദല്ലാഹ്, അത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്താകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയേ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയാണ്, അതുകൊണ്ട് ഫളഅഹാ യാ റസൂലല്ലാഹ് ഹൈസു അറാക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് എന്താണോ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണോ അതനുസരിച്ച് കൊണ്ട് നിങ്ങളത് ചെലവഴിക്കൂ, ആ രീതിയിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തു നബിയെ എന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയണേ. എത്രമാത്രമാണ് അവരുടെ മനസ്സിനെ ഖുർആൻ വാക്യങ്ങൾ സ്വാധീനിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയൊരു തോട്ടൊക്കെ ഇങ്ങോട്ട് കൊടുക്കണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ. എത്രയാണ് അവരുടെ ഈമാനിലെ. അള്ളാഹു അവരോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു പറയണ ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബഖിൻ ദാലിക മാലുൻ റാബിഹുൻ, ദാലിക മാലുൻ റാബിഹുൻ. ബഖിൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അറബികൾ പറയുന്ന ഒരു വാക്കാണ്. വലിയ അത്ഭുതത്തോടെ, അത്യത്ഭുതത്തോടെ നബി തങ്ങൾ പറയണേ, ശരിയാണ്, അത് നല്ല ലാഭമുള്ള ഒരു മാല് തന്നെയാണ്, നല്ല മാല് തന്നെയാണ്, നല്ലൊരു സമ്പത്ത് തന്നെയാണ്. വഖദ് സമിഅതു മാ ഖുൽത, നിങ്ങൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട റസൂലുള്ള പറയുന്നത്, തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് അത് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പം അത്ര നല്ലൊരു തോട്ടം നബിയെ നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോളി എന്ന് പറഞ്ഞ് റസൂലുള്ള നൽകുമ്പോഴും അങ്ങനെ കൊടുക്കുമ്പോഴും നിങ്ങൾ അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും സ്വതക്ക കൊടുത്താൽ അത് നമുക്കൊരു സ്വതക്കയുടെ കൂലിയാണ് കിട്ടുക. എന്നാൽ കുടുംബക്കാർക്ക് നമ്മൾ സ്വതക്ക കൊടുത്താലോ, കുടുംബക്കാർക്ക് സ്വതക്ക കൊടുത്താൽ സ്വതക്ക കൊടുത്ത കൂലിയും കിട്ടും, പിന്നെ കുടുംബബന്ധം ചേർത്ത കൂലിയും കിട്ടും. കുടുംബബന്ധം ചേർത്താൽ കൂലി മാത്രമല്ല, എന്തൊക്കെ കിട്ടുകയെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ആയുസ് കൂടും, അള്ളാഹുവിനായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും, അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അടുത്ത കുടുംബക്കാർക്ക് കൊടുത്താളി എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ. അപ്പോൾ ഫഖാല അബൂ ത്വൽഹ അഫ്അലു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്തോളാം നബിയെ. ഫഖസമഹ അബൂ ത്വൽഹ ഫീ അഖാരിബിഹി വബനി അമ്മിഹി, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അടുത്ത കുടുംബക്കാർക്കും അവരുടെ അമ്മിൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ആ സമ്പത്ത് വിഹിതം വെച്ച് കൊടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ വാക്യങ്ങൾ അത്രമേൽ അവരുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ കുടുംബ ബന്ധത്തിന് നബിയും സ്വഹാബത്തും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അത്രമാത്രം കുടുംബ ബന്ധത്തെക്കുറിച്ച് വിശുദ്ധമായ മുസ്ലിം വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ലവണ്ണം ബദ്ധശ്രദ്ധരാവണം. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം. ആധുനിക കാലഘട്ടമാണ്, അല്ലേ? വാട്സാപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കുടുംബ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. വളരെ എളുപ്പമാണ്. നമുക്ക് അവരോട് എന്തെങ്കിലും കുശലാന്വേഷണങ്ങളോ ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ മതി. എത്രേ പണിയുള്ളൂ. പക്ഷേ നമുക്ക് ലഭിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്, വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ സുഹൃതങ്ങളാണ്, വലിയ നന്മകളാണ്. ആ നന്മകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.